ഇതിനേക്കാൾ പേടിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായി അമേരിക്കയിൽ. എന്താണ്? അയ്യോ, ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു പാവം എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവൾക്കൊന്നും അറിയില്ല, ഇംഗ്ലീഷൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒറ്റ കാരണമാണ് ഉണ്ടായത്, അതിന് ട്രിഗർ ചെയ്തൊരൊറ്റ കാരണം നമ്മളോട് ചോദിക്കലോ. അപ്പൊ ചിലർ അവിടെ ഭയങ്കര എന്താ പറയാ അറഗന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മുഖത്ത് കണ്ടാൽ അറിയില്ല. ചിലർ വളരെ സ്നേഹത്തിൽ, ചിലർ അറഗന്റാണ്. മറ്റുള്ള രാജ്യക്കാരോടുള്ള ഒരു ഇതുണ്ട്, അവർക്ക് ഒരു അവഗണനയുണ്ട്. അപ്പൊ ഇങ്ങേര് ചോദിച്ചു, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. ഞാൻ 1/5/1955 എന്ന് പറഞ്ഞു. വാട്ട് എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ ഇത് മാസം ആദ്യം പറയണം, പിന്നെ അങ്ങനെ തിരിച്ചാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ വെറുതെ സർക്കാസ്റ്റിക് പറഞ്ഞു, വി ആർ ഫ്രം ഇന്ത്യ, ഗോ ടു ഇന്ത്യ ദെൻ, ഇഫ് യു ആർ കമ്മിങ് ഹിയർ യു ഹാവ് ടു ഫോളോ ദിസ് റൂൾ. എന്നിട്ട് നേരെ ഇതേപോലെ ഒരു സ്ഥലം പറഞ്ഞില്ലേ, ഒരു റൂമിലേക്ക്, ഒരു യെല്ലോ ലൈനില്, അതില് എന്നെയും എൻ്റെ ഭാര്യനെയും കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അവരോട് നമുക്ക് എണീക്കാൻ പാടുണ്ടോ, വെടിവെക്കും. മുഴുവൻ കണ്ണ് വെച്ചിട്ടായിരിക്കുന്ന ആൾക്കാര്, മുഴുവൻ മെഷീൻ കണ്ണ്. പേടിച്ചത് അവിടെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ കാരാഗ്രഹങ്ങളില് അടച്ചിട്ട് മറ്റേ നേരത്ത് മുഴുവൻ ചങ്കലേക്ക് ഇട്ടിട്ട് കെട്ടി വരിഞ്ഞ് എട്ടുകാലിപ്പൂട്ട് പോലെ വല ചിലന്തി പോലെ ആക്കിയിട്ട് ഒരുത്തൻ അവിടെ നിർത്തിയിരിക്കുക. ഒരുത്തൻ, അവൻ ഇന്ത്യക്കാരനാ. റൈറ്റ് സൈഡിൽ നോക്കിയപ്പോ അവന്റെ പിന്നിൽ 2 പേര് ഗണ്ണ്. അത് വേറെ റൂമൊന്നല്ല, ഈ റൂമിന്റെ അറ്റത്ത്, അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളും. ഇനി അടുത്ത് ഞങ്ങളെ ആയിരിക്കും ആ നിർത്ത്. അങ്ങനെ ഇരുത്താൻ പോകുന്നത്. അത് സെയിം ഫീല് എന്റെ ഭാര്യ. അതെന്താ സംബന്ധിച്ച് ഇപ്പം വെറുതെ ഉണ്ടാക്കിയതാണ്, വെറുതെ നമ്മളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇസ് ഇറ്റ് യു ക്യാൻ കോൾ ഹിം ആൻഡ് മേക്ക് എ കോണ്ടാക്ട്, പ്ലീസ് വെയിറ്റ്. അയാൾക്ക് എന്തോ ദയവ് തോന്നി, ഇവനെ എന്തോ വെടിവെച്ച് കൊല്ലാൻ കൊണ്ടുവന്നുകൊണ്ട് എന്തോ വലിയ കേസിൽ പിടിച്ചതാണ്. അപ്പൊ നമ്മളെ അതേ ഇതിൽ തന്നെ ഇരുത്തുക. ഒരു മണിക്കൂർ നേരം നമ്മൾ ജീവിതം പോയി എന്ന് വിചാരിക്കുന്ന നിമിഷം. സെയിം, ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അതെ അതെ, നോക്കുന്നതല്ല സായപ്പന്മാർ. അത് കഴിഞ്ഞ് വിടുമ്പോ അവർ ഭയങ്കര സ്നേഹത്തോട് വർത്താനം പറയും, കമോൺ എൻജോയ്. എന്ത് എൻജോയ്? ഒരു ദിവസം ഉറങ്ങില്ലേ നമ്മള്, കൊല്ലാവുന്നിടത്തോളം കൊന്നിട്ട് അവസാനം എൻജോയ്.